ഹായ്, ഇന്നൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ? കോഴി വറുത്ത് കറി വെച്ച ഒരു ചിക്കൻ ബിരിയാണിയെ സൂപ്പർ ടേസ്റ്റാണ്. അതിന് അരി വെള്ളത്തിനകത്ത് കുതിർക്കാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ അരി വേവിക്കാനുള്ള വെള്ളത്തിൽ ഗ്രാമ്പൂ, പട്ട, പെരിഞ്ചീരകം, കുരുമുളക്, ഏലക്ക എല്ലാം ഇട്ട് തിളപ്പിക്കാൻ വെച്ചേ. ആ സമയം കൊണ്ട് ചിക്കനുള്ളതെല്ലാം റെഡിയാക്കാം. മിക്സിയുടെ ജാറിൽ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക്, പെരിഞ്ചീരകം ഇതെല്ലാം കൂടെ ചതച്ചെടുത്തിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാല, ഉപ്പ് ഇട്ട് തിരുമ്മി കുറച്ച് നേരം മാറ്റി വെക്കാവേ. വെള്ളത്തേക്ക് റൈസിനുള്ള വെള്ളം തിളച്ചായിരുന്നു. പിന്നെ ഗ്രീൻ പീസും റൈസും കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് അത് വേവിക്കാൻ വെച്ച് ഇവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഓയിലിനകത്ത് കുറച്ച് ഉള്ളി മൂപ്പിച്ചെടുക്കാം. ആ ഉള്ളി ഒന്ന് മൂത്തുന്നപ്പോഴത്തേക്ക് അതിനകത്തോട്ട് ക്യാരറ്റും ബീൻസും കരിയാപ്പിലയും ഇട്ട് നല്ലപോലെ മൊരിയിച്ച് ഫ്രൈ ചെയ്തെടുത്ത് അപ്പോഴത്തേക്ക് റൈസ് വെന്തായിരുന്നു. ഉപ്പ് ഇട്ട് റൈസ് ഊറ്റി വെച്ച് അതേ എണ്ണയിൽ തിരുമ്മി മാറ്റി വെച്ച ചിക്കൻ വറുത്ത് കോരിയെടുത്ത് കുറച്ച് അണ്ടിപ്പരിപ്പ് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ നരച്ചെടുത്തായിരുന്നേ. പിന്നെ ചിക്കനെല്ലാം വറുത്ത് കോരി മാറ്റി വെച്ച് പിന്നെ അതേ എണ്ണയിൽ വേറൊരു പാത്രത്തിൽ കുറച്ച് തേങ്ങാക്കൊത്ത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് പിന്നെ സവാള, പച്ചമുളക് ഇട്ട് നല്ലപോലെ വഴറ്റി ഉപ്പും ഇട്ട് വന്നപ്പോൾ അതിനകത്ത് വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളകും പെരിഞ്ചീരകവും ചതച്ചത് ഇട്ട് നല്ലപോലെ വഴറ്റി പിന്നെ തക്കാളി ഇട്ട് നല്ലപോലെ വഴറ്റി ഒന്ന് വഴറ്റി വന്നപ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നല്ലപോലെ വഴറ്റി പിന്നെ അരച്ച് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പ് അതിനകത്ത് ചേർത്ത് അത് നല്ലപോലെ വഴറ്റിയിട്ട് ചിക്കൻ അതിനകത്ത് തട്ടിയിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചിട്ട് അതിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കരിയാപ്പിലയും മല്ലിയിലയും ഇട്ട് ഒന്ന് അടച്ചു വെച്ച് പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ നെയ്ക്കകത്ത് വറുത്തെടുത്ത് പിന്നെ ദമ്മെല്ലാം ഇട്ട് നെയ്യെല്ലാം ഒഴിച്ച് പൈനാപ്പിൾ എസൻസ് ഞാൻ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ടാണ് ഒഴിച്ചത്. അങ്ങനെ ദമ്മെല്ലാം ഇട്ട് ബിരിയാണി റെഡിയായി. ചിക്കൻ കറി ഇല്ലാതെയും കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു സാലഡ് ഉണ്ടാക്കിയായിരുന്നു. ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഉപ്പും ഒക്കെ ഇട്ട് മല്ലിയിലും കരിയാപ്പിലൊക്കെ ഇട്ട് നല്ലപോലെ ഞെരടിയിട്ട് തൈര് ഒഴിച്ച് സാലഡ് റെഡിയായി. പിന്നെ ചിക്കൻ കറിയും പപ്പടവും കടുമാങ്ങ അച്ചാറും സാലഡും ഒക്കെ കൂട്ടി നല്ലപോലെ കഴിച്ച് വയറ് നിറഞ്ഞ് പിന്നെ നാരങ്ങ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ.